എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA മലയാള സാഹിത്യ പഠനം. കഥ മോദസ്ഥിതനായങ്ങു വസിപ്പു മല പോലെ. ഇത് എഴുതിയിരിക്കുന്നത് ഹരീഷാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആമുഖം കേൾക്കാം. കോട്ടയം ജില്ലയിലെ നീണ്ടൂരിലാണ് എസ് ഹരീഷ് ജനിച്ചത്. അസാധാരണമായ രചനാശില്പം കൊണ്ട് മലയാള കഥയെ വിസ്മയിപ്പിച്ച ചെറുകഥാകൃത്താണ് ഇദ്ദേഹം. ആദ്യ കഥാസമാഹാരം രസവിദ്യയുടെ ചരിത്രം ആണ്. ആദം എന്ന ചെറുകഥാ സമാഹാരവും മീശ എന്ന നോവലും രചിച്ചിട്ടുണ്ട്. ആദം എന്ന ചെറുകഥാ സമാഹാരത്തിന് 2016 മികച്ച കഥാസമാഹാരത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹിരണ്യൻ എൻഡോമെൻ്റ് യുവപ്രതിഭാ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ആധുനികോത്തര മലയാള സാംസ്കാരിക പരിസരത്തെ അടയാളപ്പെടുത്തുന്ന കഥകളാണ് എസ് ഹരീഷിൻ്റേത്. പുതിയ മലയാളിയുടെ ജീവിതത്തിലെ ജാതിചിന്ത തുറന്നുകാട്ടുന്ന കഥയാണ് മോദസ്ഥിതനായങ്ങു വസിപ്പു മല പോലെ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മഹാകവി കുമാരനാശാൻ എഴുതിയ വരികളാണ് മോദസ്ഥിതനായങ്ങു വസിപ്പു മല പോലെ എന്നത്. ബോധത്തിലും അബോധത്തിലും മലയാളിയുടെ ഉള്ളിൽ നിന്ന് ജാതിചിന്ത പുറത്തായിട്ടില്ലെന്ന് ഈ കഥയിലെ ഓരോ സന്ദർഭത്തിലും വ്യക്തമാക്കുന്നുണ്ട്. വാക്കിലും ഭാഷയിലും ഭാഷണത്തിലും ജാതി തിരിച്ചുവന്ന് കുടുംബത്തിൽ ഏതുവിധം പ്രവർത്തിക്കുന്നു എന്ന് ഈ കഥ കാണിച്ചു തരുന്നു. നവോത്ഥാന മൂല്യങ്ങളും നവോത്ഥാന നായകരും സമൂഹത്തിൽ നിന്നും എങ്ങനെയാണ് നിഷ്കാസിതരാവുന്നത് എന്ന് ഈ കഥ പറഞ്ഞു തരുന്നു. ജാതി നോക്കാതെ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ച പുതിയ തലമുറക്കാരായ പവിത്രയെയും അനൂപിനെയും ജാതി വിടാതെ പിന്തുടരുന്നതിൻ്റെ ആവിഷ്കാരത്തിലൂടെ പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഹരീഷ്. കഥയുടെ ആശയത്തിലേക്ക് കടക്കാം. പവിത്രയും അനൂപും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ്. അവരുടെ സ്നേഹബന്ധം വളർന്നപ്പോൾ വീട്ടുകാരുടെ അനുവാദത്തോടുകൂടി വിവാഹം തീരുമാനിച്ചു. പവിത്രയുടെയും അനൂപിൻ്റെയും വിവാഹത്തോടുകൂടി വ്യത്യസ്ത ജാതിയിൽപ്പെട്ട 2 കുടുംബങ്ങൾ ഒന്നാവുകയാണ്. 2 കുടുംബങ്ങളിലെ അംഗങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയാണ് ജാതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കഥാകൃത്ത് പങ്കുവയ്ക്കുന്നത്. വന്നുചേർന്ന അതിഥികൾക്ക് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിലും അത് സംബന്ധിച്ചുള്ള സംഭാഷണത്തിലും ഈഴവ കുടുംബം നായർ കുടുംബത്തിനു വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തി. ഉദാഹരണം ചൂണ്ടിക്കാട്ടി കഥാകൃത്ത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. പരിപ്പ് കറിയുടെ കൂടെ കഴിക്കാൻ പശുവിൻ നെയ്യ്, അതുപോലെ അവിയൽ, പുളിശ്ശേരി ഈ കറികളിൽ വെളുത്തുള്ളി ചേർത്തില്ല. ചോറ് തിന്നാൻ എത്ര പേരുണ്ടെന്ന് വലിയമ്മ ചോദിച്ചപ്പോൾ ചോറ് തിന്നുക എന്നല്ല ചോറുണ്ണാം എന്നേ പറയാവൂ എന്ന് പവിത്രയുടെ അമ്മ വല്യമ്മയെ തിരുത്തുന്നുണ്ട്. അതുപോലെ പപ്പടം വറുത്തില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ അനൂപിൻ്റെ അമ്മ പപ്പടം കാച്ചാൻ ഞാനും കൂടാം എന്ന് പറയുന്നുണ്ട്. ഇതിന് മറുപടിയായി പവിത്രയുടെ അമ്മ അത് ഏറ്റുപിടിച്ച് ഞാൻ തന്നെ കാച്ചിക്കോളാം എന്ന് പ്രതികരിച്ചു. നായർ സമുദായത്തിൽപ്പെട്ട അനൂപിൻ്റെ കുടുംബത്തിനു വേണ്ടി ഭാഷയെ സവർണവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന പവിത്രയുടെ കുടുംബത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ജാതീയമായ വേർതിരിവുകളുടെ അർത്ഥമില്ലായ്മയും ജാതീയ ചിന്തകൾ മാറ്റിവെക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന ചിന്തകളും ഉണ്ണിമാമനും പവിത്രനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. കുട്ടികളായിട്ട് തീരുമാനിച്ചത് മുതിർന്നവർ സഹകരിക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ സംഭാഷണങ്ങൾ തുടർന്നത്. മുതിർന്നവർ സഹകരിച്ചെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കും. അതുകൊണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ ബന്ധുജനങ്ങളായ തങ്ങൾക്ക് കഴിയണമെന്നുള്ള ചിന്താഗതിയോടെയുള്ള ബന്ധുക്കളെ നമുക്ക് കാണാം. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ ജാതിചിന്ത സൂക്ഷിക്കുന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഉണ്ണിമാമനും പവിത്രനും തങ്ങൾ ഉൾപ്പെടുന്ന ഈഴവ നായർ സമുദായങ്ങളിലെ ജാതീയമായ ചടങ്ങുകളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ കുടുംബത്തിലെ ലാസ്റ്റ് കല്യാണമാണ് ഇതെന്നും സ്വന്തക്കാർ എല്ലാം വരുന്നതുകൊണ്ട് ഉമ്മറത്ത് തൂക്കിയിട്ട ഗുരുവിൻ്റെ ഫോട്ടോ അവിടെ വെക്കണമെന്നുണ്ടോ എന്ന് അല്പം ജാള്യതയോടെ പറയുന്നു. ഗുരു ഈഴവരുടെ ജാതി സൂചകമായിട്ടാണ് അയാൾ കാണുന്നത്. അതുകൊണ്ട് ഫോട്ടോ അവിടെ നിന്നും ഒഴിവാക്കിയാൽ കൊള്ളാമെന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്.
പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളാതെ ജാതി ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഉണ്ണിമാമൻ. പവിത്രയുടെ മുത്തച്ഛനാണ് കരുണാകരൻ. കിടപ്പിലായ അയാൾക്ക് കൊച്ചുമകളുടെ വിവാഹം വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ്. ഉമ്മറത്തു വെച്ച ഗുരുവിൻ്റെ ഫോട്ടോ മാറ്റുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. എന്നാൽ കുട്ടിക്കാലത്ത് ഗുരുവിനെ കാണുവാൻ പോയതും പിന്നീട് മത്സ്യമാംസം ഉപേക്ഷിച്ചതും കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുതിർന്നപ്പോൾ കള്ളുഷാപ്പ് നടത്തുകയും മാത്രമല്ല ഗുരുവിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അലഞ്ഞു നടന്ന ഒരു കവി ഗുരുവിൻ്റെ ഫോട്ടോ അവിടെ വയ്ക്കുന്നത് ശരിയല്ലെന്നും പറഞ്ഞപ്പോൾ അവിടെ നിന്നും മാറ്റി. ഉണ്ണിമാമൻ പറഞ്ഞ പ്രകാരം ഗുരുദേവൻ്റെ ഫോട്ടോ മാറ്റുന്നതിന് ന്യായം കണ്ടെത്തുവാൻ ഈ വസ്തുത വീട്ടുകാർ ഉപയോഗപ്പെടുത്തുന്നു. വിവാഹം കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് ഗുരുവായൂരിലേക്ക് യാത്രയായി. വർക്കലയിലെത്തിയപ്പോൾ വണ്ടി നിന്നെങ്കിലും വലിയ പ്രയാസമില്ലാതെ മുന്നോട്ടു പോയി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം സന്ദർശിക്കുന്നതിന് പകരം നേരെ ഗുരുവായൂരിലേക്ക് പോയതിൻ്റെ ഔചിത്യമാണ് ഈ അവസരത്തിൽ പരിശോധിക്കപ്പെടുന്നത്. ഗുരുവായൂരിലെത്തി ഒരേ റൂമിൽ അടുത്തടുത്ത കട്ടിലുകളിലായി കിടന്ന് ചന്ദ്രമോഹനും അനൂപിൻ്റെ അച്ഛനും ബന്ധത്തിൻ്റെ പേരിൽ ഏറെ അടുത്തിട്ടുണ്ടെങ്കിലും ഉള്ളിലെ ജാതിബോധം അകന്നു പോയിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രമോഹൻ പല്ല് തേച്ച് ബ്രഷ് അരയിൽ തിരുകിയപ്പോൾ അനൂപിൻ്റെ അച്ഛൻ പനകയറ്റക്കാരനെ ഓർമ്മ വന്നത് അതുകൊണ്ടാണ്. ആനപ്പന്തി കാണാൻ പോയപ്പോൾ പവിത്ര തുള്ളിക്കളിച്ചുകൊണ്ട് ആനേനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആനയെ എന്ന് പറഞ്ഞ് അനൂപ് അവളെ ചെവിക്ക് പിടിച്ച് തിരുത്തുന്നുണ്ട്. നായർ ഭാഷയിലേക്കും നായർ സംസ്കാരത്തിലേക്കും പവിത്രയെയും അവളുടെ കുടുംബത്തെയും ഉയർത്താൻ ശ്രമിക്കുന്നതിൻ്റെയും ജാതിബോധത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ചിഹ്നങ്ങൾ പേറി നടക്കുന്നത് തന്നെ അപകർഷമാണ് എന്ന ചിന്താഗതിയുടെയും തുറന്നു പറച്ചിലാണ് ഈ കഥ. കഥയുടെ ഒടുവിൽ പവിത്രയുടെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ചന്ദ്രമോഹൻ തങ്ങളുടെ പഴയ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നു. നനഞ്ഞൊലിച്ച് മാറാലയും പൊടിയും നിറഞ്ഞ ആ വീട്ടിൽ ചുമരിൽ ചാരിയിരുന്ന് പഴയ ഫോട്ടോ നോക്കുന്നു. 3 വശവും ചിതൽ പടർന്ന അതവിടെ ഉറച്ചുപോയിരുന്നു. അതിലെ മുഖം നന്നായി വ്യക്തമായിരുന്നു. ഫോട്ടോയുടെ താഴെയായി കവിതയുടെ 2 വരിയും വ്യക്തമായി കണ്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗുരുദർശനങ്ങളുടെയും ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ജാതിയില്ല എന്ന് പറയുകയും എന്നാൽ ജാതിപരമായ എല്ലാ സത്വങ്ങളെയും സ്വീകരിക്കുകയും ഉപേക്ഷിക്കപ്പെടാനാവാത്ത വിധത്തിൽ അവ ആഴത്തിൽ വേരൂന്നതിനെക്കുറിച്ചും കഥ വിശകലനം ചെയ്യുന്നു. സവർണതയുടെ പാരമ്പര്യത്തിലേക്ക് പതിയെ വഴിമാറി നടന്ന് സ്വയം സവർണനാവാൻ ശ്രമിക്കുന്ന ഈഴവബോധത്തെ ഈ കഥ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല ഗുരുവിനെ എല്ലാ മനുഷ്യരുടെയും ഗുരുവായി കാണുന്നതിന് പകരം ഈഴവരുടെ നേതാവായി കാണുന്ന തരത്തിലുള്ള ബുദ്ധിയില്ലായ്മയെ കൂടി കഥ വെളിപ്പെടുത്തുന്നു. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.